ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും രാവിലെ മുതൽ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ കുടിക്കാനുള്ള വെള്ളമൊക്കെ കോരി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇത് 10ാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ്. അപ്പോൾ ദേ കുറച്ച് വെള്ളമൊക്കെ കോരി ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് പോകണം. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കേണ്ട പാടേ ഉള്ളൂ. വെള്ളമൊക്കെ തിളച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കൊച്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും തലേന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് രാവിലെ പാത്തുക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ അയലക്കുട്ടിയായിരുന്നു കേട്ടോ. അയലയും ചെറിയ ചൂരയുടെ കുട്ടിയുണ്ടല്ലോ, അതും കൂടിയൊക്കെയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക തലേന്ന് വൈകുന്നേരം കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഇന്നിപ്പോൾ എടുത്ത് കറി വെക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ചക്ക തീരെ ഇല്ലാത്ത ചവിണി മാത്രം കൂടുതലുള്ള ചക്കയായിരുന്നു. പക്ഷെ നല്ല ചക്കയായിരുന്നു കേട്ടോ. അങ്ങനെ വെട്ടിപ്പറക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തലവേദനയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. കാരണം ഞാൻ ഇടയത്താഴത്തിന് എണീക്കുമ്പോൾ ചോറാണ് ഞാൻ കഴിക്കുന്നത്. സ്ഥിരം ചോറാണ്. അനിയത്തി എന്തെങ്കിലും കാപ്പി കഴിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി ഇട്ട് കുടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ചായയാണ് ആ ദിവസം മുഴുവൻ എനിക്ക് എനർജി തരുന്നത്. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ താമസിച്ചു പോയി. പിന്നെ ഒന്നിനും പറ്റിയില്ല കേട്ടോ. ചായ ഇട്ട് കുടിച്ചില്ല. പൊതുവേ പറയാം, ചായ ഇട്ട് കുടിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു, കുഴപ്പമില്ല എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നോമ്പെടുത്തത്. പക്ഷേ എൻ്റെ പൊന്നേ, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തലവേദന അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലയെടുത്ത് പൊക്കാൻ വയ്യ, ആ വിധത്തിൽ തലവേദനയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൊണ്ടെത്തിച്ചു വൈകുന്നേരം വരെ. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആയപ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ ചക്കയൊക്കെ ഇറുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ് കേട്ടോ. ഉമ്മയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ നോമ്പും അതുമല്ല 2018 വരെ ഉമ്മാക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. തലനോമ്പ് പോലും ഉമ്മാക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുവരെ ഒരു നോമ്പും കളയാത്ത ഒരാളായിരുന്നേ. അപ്പോൾ റമദാൻ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഉഷാറോടുകൂടി നമുക്ക് വേണ്ടി ആ സമയത്ത് എണീറ്റ് കാപ്പിയൊക്കെ അനിയത്തിമാരൊക്കെ കാപ്പിയായിരിക്കും കഴിക്കുന്നത്. ഞാൻ പണ്ടേ ചോറാട്ടോ ഇടയത്താഴത്തിന് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ സമയത്തൊക്കെ നമുക്ക് മുന്നേ എണീറ്റ് എല്ലാം ചെയ്ത്, അതുപോലെ നോമ്പും തുറയുടെ സമയമാകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എല്ലാം പുള്ളിക്കാരി തന്നെ എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. ഒന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ ഉമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഓർക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഈ റമദാനൊക്കെ ആകുമ്പോഴത്തേക്കും ഉമ്മ എൻ്റെ കൂടെ ചോദിക്കും, ഉമ്മക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ചോദിക്കും കേട്ടോ, ഞാൻ നോമ്പെടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, എന്നെക്കൊണ്ടൊക്കെ ഒന്ന് നോമ്പൊക്കെ ഞാൻ എടുക്കാം, എനിക്ക് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഉമ്മ മറ്റ് മെഡിസിനൊന്നും ഉമ്മ എടുക്കുന്നില്ല. പക്ഷേ ഉമ്മക്ക് നോമ്പെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം 2018 കേട്ടോ ഉമ്മക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ അത് മുതലാണ് ഉമ്മാക്ക് നോമ്പെടുക്കാൻ പറ്റാണ്ടായത്. കാരണം നോമ്പെടുത്തുകൂടാ ഉമ്മാക്ക്. ശരീരം ഭയങ്കര വീക്കാണ് ആ സമയം. അപ്പോൾ ഉമ്മാക്ക് നോമ്പെടുക്കാനേ പാടില്ല. പക്ഷേ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. എന്നോട് പറയും, ഞാൻ കുഴപ്പമില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നോമ്പെടുത്തോളാം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ നിർബന്ധിച്ചിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ് ഉമ്മാക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ നോമ്പൊക്കെ വന്ന് പിടിക്കാതെയൊക്കെ ഇരിക്കുന്നത്. എന്നാൽ നോമ്പെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉമ്മ കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തില്ല. ഉമ്മ അങ്ങനെ അങ്ങ് ഇരിക്കും, നമ്മളെപ്പോലെ തന്നെ അങ്ങനെ ഇരിക്കും. ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ വാപ്പ വഴക്ക് പറയുമായിരുന്നു, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയും, എനിക്ക് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് എനിക്ക് അടുത്ത വർഷം നോമ്പെടുക്കാൻ പറ്റുമായിരിക്കും, അതിനുള്ള ഒരു ആരോഗ്യസ്ഥിതി പടച്ചോൻ എനിക്ക് തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് 2021 ആയപ്പോഴത്തേക്കും ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളാവുന്നത്. പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അല്ലേ. അപ്പം ഇത്രയും പറയാനൊന്നും ഒട്ടും ആഗ്രഹമില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഭയങ്കര സങ്കടം എനിക്ക് മച്ചി കാര്യം ഇങ്ങനെ ഓർക്കും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നമ്മളെ അന്നെടുത്ത ചീര ഉണ്ടല്ലോ, അത് കണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ചെടുക്കാവേ.
മതി. ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ, വലിയ 3 തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചക്കക്കുരും കൂടെ ഇട്ടിട്ട് തോരൻ വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒടിച്ചിട്ട് കയറിപ്പോകാം കേട്ടോ. കറിവേപ്പില ഞാൻ ഇപ്പോൾ ഇതിന്ന് ഒടിക്കലില്ല കേട്ടോ. വാപ്പ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുവാ ചെയ്യുന്നത്. ഇപ്പോൾ ഒടിപ്പില്ല കേട്ടോ, ഒടിക്കരുതെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. എന്നാലും കറിവേപ്പില ഇരിപ്പില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തേക്കാം കേട്ടോ. കുറച്ച് ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും പറയണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഞാനങ്ങനെ സ്വയം ഒന്ന് ഹീൽ ചെയ്ത് വരത്തില്ല. നമുക്കങ്ങനെ സ്വയം ആ ഒരു ഇനി കുഴപ്പമില്ല, ഇനി സങ്കടപ്പെടുത്തില്ല, നമ്മളാണെങ്കിലും നാളെ ആണെങ്കിലും പോകാനുള്ളവരാന്നൊക്കെ പിന്നും അങ്ങ് വിഷമം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ജോലിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചക്കയൊക്കെ വെട്ടി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്ത് കിട്ടി. ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനിടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ വന്ന് ടാങ്കിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അരപ്പൊക്കെ ഇട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മുന്നേ നമ്മളൊരു ചീര തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ലതുപോലെ പൊട്ടിക്കിളർത്ത് വീണ്ടും വന്നിട്ടുണ്ട്. ഒരു തോരന് വേണ്ടിയിട്ട് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിങ്ങ് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. മീൻകറി ഞാൻ റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചക്കയിൽ കുറച്ച് ഞാൻ വെള്ളം കൂട്ടി വെച്ചതാണ് കേട്ടോ. എരിശ്ശേരി പരുവാകുമ്പോഴത്തേക്ക് കഞ്ഞിക്കും കൂടെ എടുക്കാമല്ലോ. വൈകുന്നേരം പിന്നെ പ്രത്യേകിച്ച് കഞ്ഞിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട. അപ്പോൾ ചീര ഞാൻ എടുത്തതെന്ന് പറയുന്നത് നല്ല ഇളതായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇനിയും 2-3 ദിവസം നിൽക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. ഇല മാത്രം എടുക്കാം. ഇങ്ങനെ ഈ ഒരു പരുവത്തിന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചക്കക്കുരുവൊക്കെ ഒന്ന് നുറുക്കി അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുത്തത് കേട്ടോ. ചക്കക്കുരും അതിൻ്റെ തണ്ടും കൂടെ ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ തേങ്ങ തിരുമ്മി കുറച്ച് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു. ചായ ഇട്ടു. പൊരിപ്പ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഈത്തപ്പഴവും കുറച്ച് വെള്ളവും ഒക്കെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയും വിശേഷങ്ങളും ഒക്കെ, അതായത് നോമ്പ് 10ൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോവുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്ക്.